ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വരയിലേക്ക് സ്വാഗതം. ഇന്ന് വാട്ടർ കളറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്ക് വാട്ടർ കളർ ചിത്രങ്ങൾ വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും കാണുന്നതും ആസ്വദിക്കുന്നതും. പക്ഷെ അത് വരച്ചു തുടങ്ങുമ്പോഴാണ് അത്ര എളുപ്പമല്ല വാട്ടർ കളർ പെയിൻറ്റിംഗ് എന്ന് മനസ്സിലാകുന്നത്. ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. അത് പ്രശസ്തനായ വാട്ടർ കളർ ചിത്രകാരൻ സുനിൽ ആണ്. കൊച്ചി കേന്ദ്രമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. ധാരാളം എക്സിബിഷനുകൾ, ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും, അത്ര ഭംഗിയാണ് ചിത്രങ്ങൾക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ രചനാ രീതികളെക്കുറിച്ചും വാട്ടർ കളറിൻ്റെ പുതിയ സാധ്യതകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എൻ്റെ വരയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? പ്രിയപ്പെട്ട സുനിൽ മാഷേ, എൻ്റെ വരയിലേക്ക് അങ്ങേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാം അല്ലേ? സുനിൽ മാഷേ, അങ്ങ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്? അതുപോലെ തന്നെ ഈ വാട്ടർ കളറിനെ ഇത്രയധികം സ്നേഹിക്കാനുള്ള കാരണം എന്നാ? വാട്ടർ കളറിലാണല്ലോ അങ്ങ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഈ വാട്ടർ കളറിൻ്റെ അങ്ങയുടെ അതിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമസ്കാരം. ഞാൻ ചിത്രകല അക്കാഡമിക്കായിട്ട് പഠിച്ചത് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കര എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. പഠനത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ ജലച്ചായം എന്ന മീഡിയം എനിക്ക് നന്നായിട്ട് വഴങ്ങും എന്ന് മനസ്സിലായി. ആ കാലഘട്ടത്തിൽ ചെലവ് കുറഞ്ഞ ഒരു മീഡിയം എന്ന നിലയിലും അതെന്നെ ആകർഷിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പഠനകാലത്തും അതിനുശേഷമുള്ള എൻ്റെ ചിത്രരചന യാത്രയിലൊക്കെയും ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുള്ളത് ജലച്ചായം എന്ന മീഡിയത്തിൽ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രചാരത്തിന് വേണ്ടി ധാരാളം ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും ധാരാളം പ്രദർശനങ്ങളും ഒക്കെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഞാൻ നടത്തി വരുന്നു. ഒപ്പം സോഷ്യൽ മീഡിയ വഴിയൊക്കെ ധാരാളം ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളും യൂട്യൂബ് ചാനൽ വഴിയുള്ള ഡെമോൺസ്ട്രേഷൻ വീഡിയോസും ഒക്കെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു മീഡിയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള എൻ്റെ ഒരു എളിയ ശ്രമം മാത്രമാണ്. ഇനിയും അത്തരം ശ്രമങ്ങളിലൂടെ മുൻപോട്ട് പോകണമെന്നുമാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ അടുത്ത ഒരു ചോദ്യം ചോദിക്കാം. ധാരാളം വാട്ടർ കളർ എക്സിബിഷൻസും അതിൻ്റെ ഡെമോൺസ്ട്രേഷൻസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം കുറേയും കൂടെ ഇതിന് ഒരു അംഗീകാരം വന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഒരു ജലഛായ ചിത്രരചന രീതിക്ക് അതിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ച് അങ്ങേക്ക് പറയാമോ? ജലഛായം എന്ന മീഡിയത്തിന് ഇന്ന് ധാരാളം സ്വീകാര്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു വരവോടുകൂടി തന്നെയാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചാലറിയാം, ധാരാളം ആൾക്കാർ ജലഛായത്തിൽ ചിത്രങ്ങൾ വരച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുവാനുള്ള അവസരവും ഈ സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഒന്ന്. ഇതൊരു മറ്റു മീഡിയത്തിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ടിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതായത് വെള്ളവും കളറും പേപ്പറും ഒക്കെ കൂടി നമുക്ക് തരുന്ന ഒരു റിസൾട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ഒരു സ്വപ്നതുല്യമായ ഒരു റിസൾട്ട്. അതുതന്നെയാണെന്ന് തോന്നുന്നു ചിത്രകാരന്മാരെയൊക്കെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാരണം അതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്വീകാര്യത ഇന്ന് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവനും തന്നെ. ഇപ്പോൾ കേരളത്തിലായാലും മറ്റ് സ്റ്റേറ്റുകളിലായാലും ശരി, ലോകം മുഴുവൻ നോക്കിയാലും ശരി, ഈ ഒരു മീഡിയത്തിന് തന്നെ ബിനാലകളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എക്സിബിഷനുകളും ഒക്കെ നടക്കുന്നുണ്ട്. അത്തരം ബിനാലകളിലും അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രദർശനങ്ങളിലൊക്കെ ഭാഗ്യം കൊണ്ട് എനിക്കും പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങളും ലോകം മുഴുവനുള്ള ചിത്രകാരന്മാർക്ക് വേണ്ടി ഇത്തരം സംരംഭങ്ങളും അതുപോലെ തന്നെ സംഘടനകളും ഒക്കെ തന്നെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതൊരു വലിയൊരു കാര്യമാണ്. ആ ഒരു സ്വീകാര്യതയെ ശരിക്കും സന്തോഷപൂർവ്വം തന്നെ ഞാനും സ്വീകരിക്കുന്നു. സുനിൽ മാഷിനെ പോലുള്ളവർ വരയ്ക്കുമ്പോൾ ഇത് ഇത്ര ഈസിയാണോ, ഇത്ര നിസ്സാരമായിട്ട് ഇത് വരയ്ക്കാമെന്ന് നമുക്ക് തോന്നും. പക്ഷെ വരച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നു. അത്ര എളുപ്പം പഠിക്കാവുന്ന ഒരു ചിത്രരചനയാണോ ഈ വാട്ടർ കളർ പെയിൻറ്റിങ്? ശരിയാണ്. സാങ്കേതികപരമായിട്ട് ധാരാളം അറിഞ്ഞിരിക്കേണ്ട ഒരു മീഡിയമാണ് ജലച്ചായം എന്ന് പറയുന്നത്. കാരണം ഇതിനകത്തെ ടെക്നിക്കൽ സൈഡ് ഒരു വലിയൊരു വെല്ലുവിളിയാണ്.
ഇതിൻ്റെ ഒരു ചിത്രം വരച്ച് അത് വിജയിപ്പിക്കുന്നതിനിടയിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സാങ്കേതികപരമായ അറിവുകൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സന്തോഷം കൂടിയാണ്. ഞാൻ നേരിട്ടോ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ സ്വായത്തമായിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് എൻ്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലൂടെയും ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളിലൂടെയും വർക്ക്ഷോപ്പുകളിലൂടെയൊക്കെ അവതരിപ്പിക്കുമ്പോഴും ഒന്നും തന്നെ ഞാൻ ഹൈഡ് ചെയ്യാറില്ല. എല്ലാം തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സന്തോഷം തന്നെയാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെയും ഒരാഗ്രഹം. കാരണം ഒരുപക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് നിരന്തരം പഠനത്തിലൂടെയൊക്കെ നേടിയെടുക്കുന്ന ചില അറിവുകൾ, ചില ടെക്നിക്കുകൾ, അത് ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ടോ ഒക്കെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അവർക്കത് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ അത് നമ്മളുടെ മാത്രം കുത്തകയായിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരം അറിവുകൾ പുറത്തേക്ക് വരികയും ആ ലഭിക്കുന്ന അറിവുകളെ ലഭിച്ചയാൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ടാകുന്നത്. ഇനി ഒരു പ്രത്യേകതയുള്ള ചോദ്യമാണ്, എന്താണ് അങ്ങയുടെ ചിത്രങ്ങളുടെ രാഷ്ട്രീയം? അനിലിൻ്റെ ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എൻ്റെ ചിത്രങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ളതിനെക്കുറിച്ച്. കാരണം എൻ്റെ ചിത്രങ്ങളുടെ രാഷ്ട്രീയം ഹാപ്പിനെസ്സാണ്. അല്ലെങ്കിൽ എനിക്ക് ചിത്രങ്ങളിലൂടെ പറയാനുള്ളത് ഹാപ്പിനെസ്സാണ്. വളരെ കലുഷിതമായ അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യത്തിലൂടെയാണ് നമ്മുടെയൊക്കെ ജീവിതം കടന്നു പോകുന്നത്. എൻ്റെ ചിത്രങ്ങൾ കാണുന്ന ഒരാൾക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അതാണ് എൻ്റെ ചിത്രങ്ങളുടെ രാഷ്ട്രീയവും. എനിക്ക് ചിത്രങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ എലമെൻറ്റും എന്ന് പറയുന്നത് ഹാപ്പിനെസ്സാണ്, പോസിറ്റീവ് വൈബാണ്. അത് ഇനിയും തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ഇപ്പം ധാരാളം പുതിയ ചിത്രകാരന്മാർ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. വാട്ടർ കളർ രംഗത്തേക്ക് തന്നെ ധാരാളം ചിത്രകാരന്മാർ വരുന്നുണ്ട്. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ? ഒരുപാട് സാങ്കേതികത്വം നിറഞ്ഞ ഒരു മീഡിയമാണ് ജലച്ചായം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ നിലവാരമുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ നിന്നും ഉള്ളതാവാം, വിദേശത്തു നിന്നുള്ളതാവാം, ഏത് റേഞ്ചിലുള്ളതാവാം. എങ്ങനെ ആയാലും ശരി, അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഏറ്റവും നിലവാരമുള്ളത് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2 കാര്യങ്ങളും കൂടി ചേരുമ്പോൾ, ഒപ്പം ഒരു ചിത്രകാരൻ്റെ സർഗാത്മകമായ ഒരു കഴിവും കൂടി ചേരുമ്പോൾ നല്ല ഒരു ജലഛായ ചിത്രം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഡെമോൺസ്ട്രേഷൻ വീഡിയോകൾ കണ്ടിട്ട് ഒരുപക്ഷെ ആ ചിത്രകാരൻ വരയ്ക്കുന്ന അതേ ചിത്രത്തെ അനുകരിച്ച് വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ പക്ഷം. അതിൽ ആ ചിത്രകാരൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ, അതിൻ്റെ കോമ്പോസിഷനുകൾ, അതിൻ്റെ കളർ വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ കളർ കോമ്പിനേഷനുകൾ, കളർ ആപ്ലിക്കേഷൻസ് എന്നിങ്ങനെയുള്ള സാങ്കേതികപരമായ കാര്യങ്ങൾ അറിയുക, മനസ്സിലാക്കുക. അത് തുടർന്നുള്ള അവരവരുടെ രചനകളിൽ പരമാവധി അവരുടേതായിട്ടുള്ള ശൈലിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അത് ഞാൻ എല്ലാവരോടും പറയാറുമുണ്ട്. അങ്ങനെ വേണം ഒരു ഡെമോൺസ്ട്രേഷനെ കാണുവാനും അതിൽ നിന്ന് പഠിക്കുവാനും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എളിയ വാക്കുകളെ അവതരിപ്പിക്കുവാൻ അവസരം നൽകിയതിന് ഒരുപാട് നന്ദി. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ. അനിലിൻ്റെ സർഗാത്മക പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രിയപ്പെട്ട ചിത്രകാരൻ സുനിൽ ലിനസ്ഡേയുമായുള്ള ഈ ചെറിയ സംഭാഷണം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ചിത്രരചന
പഠിക്കുന്നവർക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് ജീവിതത്തിൽ പകർത്താവുന്നതാണ്. അതുപോലെ തന്നെ നന്നായി പരിശ്രമിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നന്നായി പരിശ്രമിക്കണം. നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം വരിക്കാൻ പറ്റുള്ളൂ. വിജയം വരിക്കാതെ എങ്ങോട്ട് പോകാനാണ്? അപ്പോൾ എൻ്റെ വര തുടർച്ചയായി കാണണം. ഇത് മാത്രം പോരാ, എൻ്റെ വര തുടർച്ചയായി കാണണം. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനലൊന്ന് കയറി വരട്ടെന്നേ. അപ്പം കുറച്ചും കൂടെ പുതുമയുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും തീർച്ചയായും വരുന്നതാണ്. അപ്പം ഗുഡ് ബൈ.